കേരള സർവകലാശാല ആസ്ഥാനത്ത് SFI പ്രവർത്തകരുടെ അതിക്രമം നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ക്യാമ്പസിനകത്തേക്ക് ചാടിക്കേറിയ പ്രവർത്തകരിത വളരെ ബോധപൂർവമായി അവിടെ ഒരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ബിനീഷ് അവിടെ നിന്നും ചേരുന്നു. ബിനീഷ്, ഈ മാർച്ചിൽ വലിയ അതിക്രമമാണല്ലോ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ക്യാമ്പസിനകത്തേക്ക് ഇവർ ചാടിക്കേറിയിരിക്കുന്നു. എത്രത്തോളം വലിയ സംഘർഷാവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്? ഒരു നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കേരള സർവകലാശാലയ്ക്ക് ആസ്ഥാനത്ത് നിന്ന് കാണാൻ സാധിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പോലീസ് തന്നെയാണ് ഈ പ്രവർത്തകർക്ക് ആദ്യഘട്ടത്തിൽ അകത്തേക്ക് കയറാനുള്ള ഒരു വഴിയൊരുക്കിയത്. നമുക്കറിയാം, കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻഭാഗത്തെ ഗേറ്റിൽ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ആ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ അകത്തേക്ക് കടന്നിരിക്കുന്നത്. ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലാണ് പോലീസിന്റെ ബാരിക്കേഡുകൾ തകർത്ത് അതിനുള്ളിലേക്ക് പ്രവേശിക്കുക എന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. പക്ഷേ പോലീസിന്റെ ഒത്താശയോട് കൂടി തന്നെയാണ് ഈ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് ഇപ്പോൾ SFI പ്രവർത്തകർ കോളേജിനുള്ളിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സെന്ററിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, വലിയൊരു അക്രമം തന്നെയാണ് SFI പ്രവർത്തകർ അവിടെ അഴിച്ചുവിടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് SFI പ്രവർത്തകർ ചിലർ മതില് ചാടി പോലും അകത്തേക്ക് എത്തുമ്പോൾ പോലീസ് നോക്കുകുത്തിയായി നോക്കി നിൽക്കുന്നു. അതിനുശേഷം SFI പ്രവർത്തകർ എത്തുന്നു. ബാരിക്കേഡ് കെട്ടിയിരിക്കുന്ന കയറുകൾ അഴിക്കുമ്പോഴും ഒരു പോലീസുകാരനെ പോലും അകത്ത് SFIയുടെ പ്രതിഷേധം നടക്കുമ്പോൾ ഈ ബാരിക്കേഡിന് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മറുഭാഗത്തായി സാധാരണഗതിയിൽ രണ്ട് ഭാഗത്തും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അവിടെ ഒരു പുറം സൈഡിൽ മാത്രം പോലീസുകാരെ കാവൽ നിർത്തിക്കൊണ്ട് അകത്തെ സൈഡിലേക്ക് SFI പ്രവർത്തകർ എത്തി. ആ സമയത്ത് ഈ ബാരിക്കേഡിന്റെ കയറഴിച്ച് മാറ്റുമ്പോഴും പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സമയത്ത് പോലീസ് പേരിന് മാത്രം ജലപീരങ്കി പ്രയോഗം നടത്തുന്നു. അതിനുശേഷം ഈ കയറ് ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്ന കയറഴിച്ച് മാറ്റുന്ന ഘട്ടത്തിൽ പോലും പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായും SFI പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്ന പോലീസിനെ തന്നെയാണ് ഇന്ന് നമുക്ക് കേരള സർവകലാശാലയ്ക്ക് ആസ്ഥാനത്ത് മുന്നിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ പോലും അത് വ്യക്തമാണ്. ആ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇരു ഭാഗത്ത് നിന്ന് നിൽക്കേണ്ട പോലീസ് എന്തുകൊണ്ട് ഒരു ഭാഗത്ത് മാത്രം, പ്രത്യേകിച്ച് ഈ സമരം നടക്കുന്ന ഗേറ്റിന് മുൻഭാഗത്ത് മാത്രം നിന്നു എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും SFI പ്രവർത്തകർ ഇപ്പോഴേക്ക് ഉള്ളിലേക്ക് കടന്നു കയറി വലിയ പ്രതിഷേധം തന്നെയാണ്, അല്ലെങ്കിൽ വലിയ ഒരു അക്രമം തന്നെയാണ് കോളേജിനുള്ളിൽ കാണിച്ചു കൂട്ടുന്നത്, യൂണിവേഴ്സിറ്റി സെന്ററിനുള്ളിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസ് വാഹനത്തിന് നേരെ അക്രമം നടത്തുന്നു. പോലീസുകാർക്കെതിരെ ലാത്തി പിടിച്ചു വാങ്ങിച്ച് വലിയ രീതിയിലുള്ള അക്രമം നടത്തുന്നു. ഈ സമയത്തെല്ലാം തന്നെ പോലീസ് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പോലീസ് വെറും നോക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. SFI പ്രവർത്തകർ വന്ന് ഗേറ്റ് വളരെ സുഗമമായി തന്നെ തുറന്നു കൊടുക്കുമ്പോഴും പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്നു. അതിനുശേഷം ആർത്തിരമ്പിക്കൊണ്ട് SFI പ്രവർത്തകർ ഈ യൂണിവേഴ്സിറ്റി സെന്ററിലേക്ക് കടന്നെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് SFI പ്രവർത്തകരുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. യൂണിവേഴ്സിറ്റി സെന്ററിന് മുന്നിലുള്ള ചെടിച്ചട്ടികൾ പൂർണ്ണമായും SFI പ്രവർത്തകർ നശിപ്പിച്ചിരിക്കുന്നു. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ മുതലുള്ള പ്രതിഷേധം. പക്ഷേ പോലീസ് പല ഘട്ടങ്ങളിലും SFI പ്രവർത്തകർക്ക് മുന്നിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊരു സമരം വന്നാൽ പോലും, ഏതൊരു പ്രതിഷേധവും യൂണിവേഴ്സിറ്റി സെന്ററിന് മുന്നിലേക്ക് എത്തുന്ന, സർവകലാശാലയ്ക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ പോലീസ് ഒരു ഭാഗത്ത് ആ ഗേറ്റിന് മുന്നിലും പിന്നിലുമായി ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിന് മുന്നിലും പിന്നിലുമായി പോലീസ് ഡ്യൂട്ടിയുടെ ഭാഗമായി നിൽക്കാറുണ്ട്, കാവലായി നിൽക്കാറുണ്ട്. പക്ഷേ ഇത്തവണ സംഭവിച്ചതാകട്ടെ പോലീസ് കാണിച്ചത് ഏകപക്ഷീയമായ ഒരു നിലപാടാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് SFI പ്രവർത്തകർക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇപ്പോൾ പോലീസ് ഒരുക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, വളരെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ട ഒരു സംവിധാനം നേരത്തെ തന്നെ പോലീസിന്റെ പക്കലുണ്ടായിരുന്നു.
ആ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ ബാരിക്കേഡുകളുടെ സ്ഥാപിച്ചതിന് ശേഷം പോലീസ് എന്ത് സുരക്ഷയാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ നടത്തിയത് എന്ന കാര്യത്തിലുള്ള സംശയമാണ് നിലനിൽക്കുന്നത്. പോലീസ് സർക്കാരിന്റെ ഒരു ചട്ടുകമായി മാറിക്കൊണ്ട് SFI പ്രവർത്തകർക്ക് അല്ലെങ്കിൽ SFIയുടെ നേതാക്കൾ അവിടേക്ക് എത്തുമ്പോൾ വഴിമാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. നേരത്തെ നമ്മൾ തന്നെ സംരക്ഷണ ദൃശ്യങ്ങൾ കൃത്യമായി മനസ്സിലാകും. ഒരു പോലീസിന്റെ യാതൊരു സാന്നിധ്യവുമില്ലാതെ വളരെ സുഗമമായി തന്നെ SFI പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് കടന്നു കയറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. മാർച്ചിൽ പല ഘട്ടങ്ങളിലായി പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു. ആ സമയത്ത് പോലും പോലീസിന്റെ ലാത്തി പോലും SFI പ്രവർത്തകർ പിടിച്ചു വാങ്ങുന്ന സമയത്ത് അതിൽ പോലും പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്നു. എന്തായിരുന്നാലും ജലപീരങ്കി പ്രയോഗവും ബാരിക്കേഡും മറികടന്ന് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിൽ സംഘടിച്ച് ഇപ്പോൾ പ്രതിഷേധം നടത്തുകയാണ്. VC മോഹൻ കുന്നുമേലിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം SFI പ്രവർത്തകർ നടത്തുന്നത്. രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധം നടത്തുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തത് പോലീസിന്റെ ഒരു അലംഭാവം തന്നെയാണ്, പോലീസിന് പറ്റിയ വീഴ്ചയാണ്. കാരണം ഒരു SFI പ്രവർത്തകർക്ക് പോലും ഈ സർവകലാശാലയിൽ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിന് പോലും വഴിവെച്ചത് പോലീസ് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തകരും ഒരുമിച്ചിപ്പോൾ ബാരിക്കേഡും ജലപീരങ്കി പ്രയോഗവും ഒക്കെ മറികടന്ന് ഇപ്പോൾ ഈ രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിലെത്തി മുദ്രാവാക്യം വിളിക്കുന്നു. ആ രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിലായി യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഒരുക്കിയിരുന്ന ചെടിച്ചട്ടികളെല്ലാം തന്നെ പൂർണ്ണമായി എടുത്തെറിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായിരുന്നാലും വലിയ പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്ത്. അതായത് ഈ നമുക്കറിയാം കേരള സർവകലാശാല VCയുടെ ഭാഗത്ത് നിന്ന് ചില ശക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദേശീയ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ, അത്തരം തീരുമാനങ്ങൾക്ക് മുന്നിൽ SFIക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ഒരുപക്ഷെ SFIക്കൊക്കെ മുൻപ് ഒരു VCമാരും എടുത്തിട്ടില്ലാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ ഇപ്പോഴത്തെ VCയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അപ്പോൾ പഴയ ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നും ക്യാമ്പസുകളിലോ സർവകലാശാലകളിലോ കാണിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ പോലീസിന്റെ സഹായത്തോടെ ഇപ്പോൾ കുറെ ക്രിമിനലുകളെ ഇറക്കി ഈ രീതിയിലുള്ള നാടകം കളിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നു. കൃത്യമായ അക്കാഡമിക് ഇയറിന്റെ ഒരു സംവിധാനം ഒരുക്കാൻ പുതിയ VCക്ക് മോഹൻ കുന്നുമേലിന് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒക്കെ സജീവമായി പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഒരു അക്കാദമിക് ഇയർ തന്നെ സംഭാവന ചെയ്തെടുക്കാൻ മോഹൻ കുന്നുമേലിനെ കൊണ്ട് VC എന്ന തരത്തിൽ സാധിച്ചു എന്നതാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസ വിദഗ്ധരും അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ദേശീയ താല്പര്യത്തിനെതിരായ നിലപാടുകൾ പ്രത്യേകിച്ച് SFI മാർക്സിസ്റ്റ് നേതൃത്വം നടത്തുമ്പോൾ അതിനെതിരെ ശക്തമായ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു താക്കീത് SFI പ്രവർത്തകർക്ക് പല ഘട്ടങ്ങളിലും VC മോഹൻ കുന്നുമേൽ നൽകുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം തന്നെ ഇപ്പോഴത്തെ ഒരു അക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ SFI പ്രവർത്തകരെ ചൊടിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുൻപൊന്നും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ 13 വർഷമായി ഈ ഒരു മാധ്യമ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ SFIയുടെ കണ്ടിട്ടുണ്ട്. മറ്റു ഇതര രാഷ്ട്രീയ സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനയൊക്കെ കാണുന്നു. പക്ഷേ അതിലൊന്നും പോലീസ് കാണിക്കാത്ത ഒരു മൃദു സമീപനമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, ഏറ്റവും ഗുരുതരമായ വീഴ്ച എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, SFI പ്രവർത്തകർ പോലീസിനെ പോലും ആക്രമിക്കാൻ കൈ ഉയർത്തുന്നു, പോലീസ് വാഹനത്തിന് നേരെ അക്രമം നടത്തുന്നു, പോലീസിനെ ആക്രമിക്കുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുമ്പോഴും പോലീസ് നോക്കുകൂട്ടിയായി മാറി നിൽക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, യൂണിവേഴ്സിറ്റി സെന്ററിന് മുന്നിൽ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഗേറ്റിന്റെ മുൻ കവാടം എന്ന് പറയുന്നത്, ആ കവാടത്തിന്റെ മുൻഭാഗത്താണ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് സമരത്തെ നിയന്ത്രിക്കാനായി പോലീസ് സംവിധാനം ഒരുക്കിയിരുന്നത്. ആ സംവിധാനമാണ് ഇപ്പോൾ തകർത്തുകൊണ്ട് ഇപ്പോൾ SFI പ്രവർത്തകർ അകത്തേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഒരു അകമ്പടിയോടുകൂടി, പോലീസിന്റെ ഒരു ഒത്താശയോടുകൂടി തന്നെയാണ് ഈ ഒരു പ്രതിഷേധവും സമരവും ഒക്കെ ഈ രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ SFI പ്രവർത്തകർ ഇപ്പോൾ രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ കൂടിയിരുന്നു കൊണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വലിയ പോലീസിന് നേരെ അസഭ്യ വർഷം പോലും നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗൗതം.
ഓക്കെ ബിനീഷ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മുറ്റത്തേക്ക് കയറി അതിനുശേഷം ഈ രജിസ്ട്രാറുടെ റൂമിനകത്തേക്ക് കയറാനാണോ ഇപ്പോൾ ഈ SFI ക്രിമിനലുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും SFI അത്തരത്തിലുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത്. ആ ശ്രമത്തിന് ഒത്താശ ചെയ്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നിയമത്തിന് വിരുദ്ധമായ പ്രവർത്തനം ഏതൊരു സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ ചെറുക്കുക എന്നതാണ് പോലീസിന്റെ കർത്തവ്യം. പക്ഷെ പോലീസ് ചെയ്തതാകട്ടെ അവർക്ക് ഒത്താശ ചെയ്യുന്ന നടപടിക്രമമാണ്. അത് തന്നെയാണ് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ബാരിക്കേഡുകൾ തകർത്ത് ജലപീരങ്കി പ്രയോഗിച്ച് മറികടന്ന് ഇവിടേക്ക് എത്തുക എന്നത് സുഗമകരമായ ഒരു കാര്യമല്ല. പക്ഷേ അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് പോലീസ് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സർവകലാശാലയ്ക്ക് മുന്നിലായി ഗേറ്റിന്റെ മുൻഭാഗത്ത് ബാരിക്കേഡുകൾ സ്ഥാപിക്കുമ്പോൾ ആ ബാരിക്കേഡിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും പോലീസിന്റെ സാന്നിധ്യം അനിവാര്യമാണ്. പക്ഷെ അതൊന്നും തന്നെ പോലീസ് അവിടെ നടത്തിയില്ല. SFI പ്രവർത്തകർ വന്ന് ഈ ബാരിക്കേഡ് പൂർണ്ണമായും അഴിച്ചു മാറ്റിക്കൊണ്ട് ബാരിക്കേഡുകൾ കൂട്ടിയോജിപ്പിച്ച് കെട്ടിയിരിക്കുന്ന കയറുകൾ അഴിച്ചു മാറ്റുന്ന ദൃശ്യം അത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോഴും പോലീസ് ഒരു സൈഡിൽ നോക്കുകുത്തിയാകുന്നു. ഇവർ ക്യാമ്പസിനുള്ളിലേക്ക് അല്ലെങ്കിൽ സർവകലാശാലയ്ക്കുള്ളിലേക്ക് കയറുന്നതെങ്കിൽ കയറട്ടെ എന്ന മനോഭാവത്തോടുകൂടി പോലീസ് നോക്കുകുത്തിയായി നോക്കി നിൽക്കുന്നു. അതിനുശേഷം ഈ പ്രവർത്തകരെല്ലാം പാഞ്ഞ് സർവകലാശാലയ്ക്ക് മുന്നിലേക്ക് എത്തുന്നു. ആ സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് എത്തി സർവകലാശാലയിലേക്ക് കയറുന്ന സ്ഥലത്തെത്തി അവിടെ ഇരിക്കുന്ന ചെടിച്ചട്ടികൾ നശിപ്പിക്കുന്നു. പോലീസിന് നേരെ അസഭ്യവർഷം പറയുന്നു. പോലീസിൽ നിന്ന് ലാത്തി പിടിച്ചു വാങ്ങുന്നു. ഓക്കെ ബിനീഷ്, എന്തായാലും ഒരു വലിയ സംഘർഷാവസ്ഥ അവിടെ വളരെ ബോധപൂർവമായി സൃഷ്ടിക്കുകയാണ് SFIയുടെ പ്രവർത്തകർ. നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ബിനീഷ് വിവരിച്ചതുപോലെ സാധാരണയായി ബാരിക്കേഡുകൾ കെട്ടുന്നത് ഈ മാർച്ച് തടയാൻ വേണ്ടിയാണ്. എന്നാൽ പോലീസ് കെട്ടിയ ബാരിക്കേഡ് ഈ SFIയുടെ പ്രവർത്തകർ അഴിച്ചു മാറ്റുമ്പോൾ അത് തടയാൻ പോലും അവിടെ ഒരു പോലീസില്ല. അങ്ങനെ പോലീസിന്റെ സഹായത്തോടെ ഇപ്പോൾ ഇതാ ക്യാമ്പസിനകത്ത് കയറി അതിക്രമം കാട്ടുകയാണ് SFI. നമുക്കറിയാവുന്നതുപോലെ കേരള സർവകലാശാല VC മോഹൻ കുന്നുമ്മൽ അദ്ദേഹം എടുത്ത ശക്തമായ നിലപാടുകൾക്ക് മുന്നിൽ SFIയുടെ ആളുകൾക്ക് അടിയറവ് പറയേണ്ടി വന്നിട്ടുണ്ട്. പല ശക്തമായ നിലപാടുകൾക്ക് മുന്നിൽ സർക്കാരിന് പോലും തോറ്റു പിന്മാറേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെയുള്ള സ്വാഭാവികമായ പ്രതിഷേധമാണ് ഇപ്പോൾ SFI അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.